ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനുവിൻ്റെ അടുത്ത് അലോക്ക് പറയും, എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ, രാവിലെ മുതൽ ഇങ്ങനെയാണല്ലോ, നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? പറഞ്ഞു കാണും. ഗോമതി സ്റ്റോർ ബാലനോ, അതോ നിന്റെ ഗോമതിയോ, അതോ നിന്റെ അട്ടപ്പാടി ആങ്ങളയോ എന്ന് ചോദിക്കുമ്പോൾ അനു പറയും, ദേ അലോക്, നിനക്ക് മിണ്ടാതിരിക്കുന്നതാ നല്ലതെന്ന് വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വന്നോ? ദേ നീ ഇപ്പൊ കൃഷ്ണമംഗലത്താ ഉള്ളത്, ചോറ് ഇവിടെയും കൂറ അവിടെയും, പരിപാടി വേണ്ട എന്ന് പറയട്ടെ അലോക്ക്. എന്നിട്ട് പറയും, എടി ഞങ്ങളുടെ ഔദാര്യത്തിന്റെ പേരിൽ ആ ചെറ്റക്കൂര അവിടെ ഇന്നും നിൽക്കുന്നത് ഞങ്ങളുടെ അടുത്തുള്ള സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് വയ്യട്ടോ അനുവിന്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണം കടത്തിയോണ്ട് മാത്രടി ആ വീട്ടുകാർ ഇന്ന് വരെ ഗതി പിടിക്കാത്ത ആര്യൻ, ആകാശ്, ആനന്ദ് മൂന്നെണ്ണത്തിനും പറയാൻ എന്തെങ്കിലും ജോലി ഉണ്ടോടി? ആകാശ് ജീവിക്കുന്നത് ഭാര്യയുടെ ഔദാര്യത്തിലാണ്, ആരും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താന്നങ്ങ് പറയുമ്പോൾ അനു പറയും, മതി മിണ്ടി പോരുത്, എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ എന്താടി നിനക്ക് പൊള്ളുന്നോ? ഞാൻ ഇപ്പോഴും ഒരു യെസ് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്റെ സ്ഥാനത്ത് ഒരു കോടീശ്വരി വരും, താലിച്ചെയിന് കഴുത്തിലിട്ട് തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും അനു ആണെങ്കിൽ എണീറ്റ് നിന്നിട്ട് ആ താലി അങ്ങ് പൊട്ടിച്ചിട്ട് ആദ്യം നമ്മുടെ അലോകിന് ആദ്യം ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബെഡിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. എന്നിട്ട് ആ താലി ചെയിന് കൊണ്ടുപോയി കഴുത്തിൽ അങ്ങ് ഇറുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ നിന്റെ ഭാര്യയായിട്ടല്ല ഈ താലി ചെയിന് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത്, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മുഹൂർത്തം നോക്കിയിട്ടാടാ, അത് നിനക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ അറിയാ, സോറി, ഞാൻ അങ്ങനെ ഒന്നും പറയില്ല എന്ന് പറയും. നീ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുവാടാ? ഇല്ല പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ താലി ചെയിൻ ഇങ്ങ് എടുക്കൂട്ടോ. എടാ, മരിക്കാൻ പേടിയില്ലാത്തവർക്ക് പിന്നെ നീ എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാ? മരിക്കാൻ തയ്യാറായാ ഞാൻ നിൽക്കുന്നേ, അത് നീ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മറച്ചിടാൻ അലോക്കിനെ.